ചരിത്രം. ഏറ്റവും അവസാനത്തെ സഹാബി അബൂ തുഫൈൽ ആമിർ ഇബിൻ വാസില അൽ-ലൈസി റളിയല്ലാഹു അൻഹു ആണ്. ഏറ്റവും അവസാനത്തെ സഹാബി അബൂ തുഫൈൽ. ആരാണ് ഏറ്റവും അവസാനത്തെ സഹാബി? അബൂ തുഫൈൽ ആമിർ ഇബിൻ വാസില അൽ-ലൈസി. അബൂ തുഫൈൽ ആമിർ ഇബിൻ വാസില ഇബിൻ അബ്ദുള്ള ഇബിൻ അംർ ഇബിൻ ജുഹാഷ് അൽ-ലൈസി അൽ-ഖുറശി റളിയല്ലാഹു അൻഹു എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. കിനാന ഗോത്രത്തിലെ ലൈസ് വംശത്തിൽപ്പെട്ടയാളാണ് അബൂ തുഫൈൽ. കിനാന ഗോത്രത്തിലെ ലൈസ് വംശത്തിൽപ്പെട്ടയാളാണ് അബൂ തുഫൈൽ. ഹിജ്റ 3-ാം വർഷം ഉഹദ് യുദ്ധം നടന്ന വർഷമാണ് അദ്ദേഹം ജനിച്ചത്. ഹിജ്റ 3-ാം വർഷം എന്ന് പറഞ്ഞാൽ ഹിജ്റ എപ്പോഴാണ് എണ്ണുന്നത്? നബിയുടെ 40-ാമത്തെ വയസ്സിൽ നബിക്ക് നുബുവത്ത് കിട്ടുന്നു. 13 വർഷം നബി മക്കത്ത് ജീവിക്കുന്നു. അതിനുശേഷം മക്കയിലേക്ക് പോകുന്നു. ആ സംഭവമാണ്, അഥവാ 53-ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നു. ആ സംഭവമാണ് ഹിജ്റ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഹിജ്റ 3-ാം വർഷം എന്ന് പറയുമ്പോൾ നബിയുടെ 56-ാമത്തെ വയസ്സിലാണ് തുഫൈൽ ജനിക്കുന്നത്, അബൂ തുഫൈൽ ജനിക്കുന്നത്. അപ്പോൾ നബിയുടെ 56-ാമത്തെ വർഷമാണ് ഉഹദ് യുദ്ധം നടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ കണ്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ 8 വർഷത്തോളം അദ്ദേഹം നബിയെ കണ്ടിട്ടുണ്ട്. നബി 63-ാമത്തെ വയസ്സിൽ മരിക്കുന്നു. തുഫൈൽ 56-ാമത്തെ വയസ്സിൽ ജനിക്കുന്നു. അപ്പോൾ 56-ഉം 4-ഉം 60-ഉം 63 7 വയസ്സ്. പിന്നെ 7 വയസ്സാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 7-8 വയസ്സ് എന്നാണ് പറയുന്നത്. 8 വയസ്സ് വരെ 7 വയസ്സ് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയും നബിയിൽ വിശ്വസിക്കുകയും നബിയുമായി കാര്യങ്ങൾ ഇടപെടുകയും സംസാരിക്കുകയും നബിയിൽ നിന്ന് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മുഹ്താർ ഇബിൻ അബി ഉബൈദിൻ്റെ പതാകവാഹകനായിരുന്നുവെന്നും പറയപ്പെടുന്നു. മുഹ്താർ ഇബിൻ അബി ഉബൈദിൻ്റെ പതാകവാഹകനുമായിരുന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 4 ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തുഫൈലിന് 4 ഹദീസുകളാണ് കിട്ടിയിട്ടുള്ളത്. ആ ഹദീസിൽ ഒരു ഹദീസ് എന്താണ്? ഹദീസ് തവാഫിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ബൈത്തി വ ഇസ്തിലാമിഹി അർ-റുക്ൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തവാഫ് ചെയ്യുന്നതിനെ കുറിച്ചും റുക്നുൽ യമാനിയെ ചുംബിക്കുന്നതിനെ കുറിച്ചും ഒക്കെ ഉള്ള ഹദീസാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തത്. റവാ മുസ്ലിമുൻ അയ്ളൻ അൻ അബി തുഫൈൽ ഖാല റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തുഫൈൽ പറയുന്നു, ഞാൻ നബിയെ കാണുന്നു, യതൂഫു ബിൽ ബൈത്തി, കഅബത്തെ തവാഫ് ചെയ്യുന്നതായിട്ട്, വയസ്തലിമു അർ-റുക്ന, റുക്നിനെ സ്വീകരിക്കുന്നു, ബി മഹ്ജനി മഅഹി, തൻ്റെ കൂടെ ഉണ്ടായിരുന്ന മഹ്ജൻ കൊണ്ട്. മഹ്ജൻ എന്ന് പറഞ്ഞാൽ അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വദായിൽ തവാഫ് ചെയ്ത സന്ദർഭത്തിൽ നബിയുടെ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് റുക്ന് അഥവാ ഹജറുൽ അസ്വദിനെ ചുംബിക്കാൻ വേണ്ടി ആ വടി കൊണ്ട് ഈ ഹജറുൽ അസ്വദിനെ കുത്തുകയും എന്നതിന് ശേഷം അതിനെ ചുംബിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഹദീസുകളിൽ കാണാൻ കഴിയുന്നത്. തുഫൈൽ വിശ്വസ്തനും വിജ്ഞാനിയും കവിയും ധീരനുമായിരുന്നു. അദ്ദേഹം എന്നും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയുമായിരുന്നു. ഹിജ്റ 100, 102, 110 ഇങ്ങനെയുള്ള വർഷത്തിലാണ് മരിച്ചത് എന്ന അഭിപ്രായങ്ങളാണുള്ളത്. മക്കയിൽ വച്ചാണ് അദ്ദേഹം മരിച്ചത്. എന്നാൽ 102-ലാണ് മരിച്ചത് എന്നതിന് കൂടുതൽ അഭിപ്രായങ്ങളുണ്ട്. അദ്ദേഹമാണ് ഏറ്റവും ഒടുവിൽ മരണപ്പെട്ട സ്വഹാബി എന്ന് ഭൂരിഭാഗം ചരിത്രകാരന്മാരും പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കണ്ട അവസാനത്തെ വ്യക്തിയാണെന്നും പറയപ്പെടുന്നു. അപ്പോൾ
തുഫൈലിൻ്റെ ചരിത്രമാണ് ഇത്. നമുക്ക് ഈ ചരിത്രം ഒരു നല്ല പാഠം നൽകട്ടെ.